ജീവിതത്തില് നമ്മുടെ ഉള്ളിലോട്ടെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വീണ്ടും വിടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തീരുന്നതേ ഉള്ളൂ എല്ലാവരും. ആ സമയത്ത് വാശിയോ ദേഷ്യമോ വൈരാഗ്യമോ പ്രതിഷേധമോ ഒന്നുമില്ലാതെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കുവാനും ഈശ്വരകർമ്മങ്ങൾ നിയോഗമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുവാനും എന്നതാവുന്നത് ഞാൻ ശ്രമിക്കുന്നു. ഇതുവരെയും നിന്ന് ഏവർക്കും നന്ദി പറയുന്നു. ദേവതകൾക്ക് സമാധാനമായിട്ട് ഇരിക്കാനായിട്ടൊരു വാസസ്ഥലം നമുക്ക് ഒരുക്കി തന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മീനുവാണ്. മീനുവിനെ തെരഞ്ഞെടുത്തതും ഭഗവാനാണ്. മീനുവിൻ്റെ പിതാവാണ് ഈ നിൽക്കുന്നത്. മീനുവിൻ്റെ അച്ഛൻ എൻ്റെ പിതാവിനെ പോലെ തന്നെ നിന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഈശ്വരനെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹവും മീനും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നന്ദി പറയുന്നു. അജേഷ് ചേട്ടനാണ് നമ്മുടെ മനയുടെ ഡോറ് ഇത്രയും ഭംഗിയായി എല്ലാം ചെയ്ത് നമുക്ക് തന്നത്. മനയുടെ ഈ ഒരു നിർമ്മാണത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ തന്നെ നിങ്ങളെ കുടുംബത്തിന് ഞാൻ നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തുടക്കം മുതൽ ഈ നിമിഷം വരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും ഓരോ ദേശത്തും ഒക്കെ കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. എനിക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസമേ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഇന്നലെ ഞാൻ തിരിച്ച് ഇവിടെ ഭഗവാന്റെ ദേവതകൾ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ശൂന്യത. അപ്പോൾ ഇവിടെ തന്നെ താമസിക്കാനോ അതോ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കാനോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ വീടുകളൊക്കെ വേണ്ട ആവശ്യമുള്ള ആളുകൾക്ക് നേരത്തെ എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ മനയിലെത്തുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. മഹാവിഷ്ണു പ്രത്യക്ഷ മഹാവിഷ്ണുവാണ്. നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എത്ര പേരുണ്ട്? കുടുംബാംഗങ്ങള്. അതെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, നിങ്ങളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ഇവര് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയോ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാര്യം ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എനിക്കറിയാമല്ലോ. അപ്പോൾ ഇത്തവണ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ തുറന്ന് പറയുക. ഇത് ഒരു വലിയ സ്ഥലമായിട്ട് മാറേണ്ടതാണ്. ഓൾറെഡി അങ്ങനെയാണ്. ഞാൻ പോയാലും ഈ കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് ഈശ്വരൻ അതിന് യുക്തമായിട്ടുള്ള നല്ല ആളുകളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതെൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്, ആഗ്രഹമാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ചുറ്റും കാണുന്ന പല സ്ഥലങ്ങളും പല ആളുകളും ഇതൊക്കെ ഭയങ്കരമായിട്ട് ദുർവിനിയോഗം ചെയ്യും. അല്ലെങ്കിൽ അവരത് വേറൊരു രീതിയിലൊക്കെ ആക്കിക്കളയും. അതിനൊന്നും ആക്കാതെ ആ ഒരു പുണ്യതയും ആ ഒരു പവിത്രതയും അതുപോലെ നിലനിർത്തുന്ന, ഞാൻ എൻ്റെ കാലശേഷത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഇപ്പോഴേ അത് പറയുന്നത്. എന്നെ കൊണ്ട് ഇവർക്ക് ചെയ്യിക്കുന്നതിനും വെറുതെ ചെയ്യിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾ ഏവരും ശ്രദ്ധിക്കുക.